അപ്പോൾ മക്കളെ നിങ്ങൾ പേരിൽ കണ്ട പോലെ തന്നെ ഗ്ലിംസസ് ഓഫ് മൊഡ്യൂൾ 1, അതായത് മൊഡ്യൂൾ 1 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണ്. അതായത് നമ്മൾ ഒരു ഫൈനൽ നോട്ട് ഉണ്ടാക്കിയിട്ട് പറയില്ല. അതുപോലെ മൊഡ്യൂൾ 1 നമ്മൾ മെയിൻ ആദ്യം കാണുന്ന കാര്യം റോ എക്ലോൺ ഫോമാണ്. ഒരു മെട്രിക്സ് തന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒറ്റ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. ഓക്കെ, 2 0 8 5 5 7 പിന്നെ 7 6 12. ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ഇക്വേഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ വെച്ച് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഏതൊരു മെട്രിക്സ് തന്നാലും അതിൻ്റെ ആദ്യത്തെ റോയിൽ ഏതൊരു മെട്രിക്സ് തന്നാലും അതിൻ്റെ ആദ്യത്തെ റോ എടുക്കുക. അതിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇവിടെ എന്ത് ചെയ്യാൻ മതി? R1 ചേഞ്ചസ് ടു R1/2 ചെയ്യുക. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. എന്ത് ചെയ്യണം? ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഈക്വൽ ടു എന്താക്കി മാറ്റുക? 1 ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേഷൻസ് ചെയ്യാം. നമുക്ക് ഒരു രണ്ട് റോകളെ തമ്മിൽ ആഡ് ചെയ്യാം, ഒരു റോയിനെ ഒരു നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, റോകളെ തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യാം. ഈ 3 സ്വാതന്ത്ര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ ഇതിന് ഇക്വലൻ്റ് ടു എന്ന് പറഞ്ഞാണ് പിന്നെ എഴുതേണ്ടത്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 1 0 4. ബാക്കിയെല്ലാം അതുപോലെ തന്നെ 5 5 7 7 6 12. ഇനി അത് അടുത്തത് ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം. ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 എന്ന് പറയുന്നത് വന്നില്ലേ, ഇപ്പം ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എവിടെയാണ് വന്നത്? അത് എപ്പോഴും ഇവിടെ തന്നെ വരാൻ നോക്കണം. ഓക്കെ, ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് ആദ്യത്തെ പൊസിഷനിൽ തന്നെ ഇവിടെ തന്നെ വരുത്താനായിട്ട് നോക്കണം. അതാണ് അതിൻ്റെ ഒരു ഓർഡർ. ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് ആൻസർ കിട്ടും. ഇനി ഈ 1ന്റെ താഴെയുള്ളവന്മാരെ 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കിയാൽ മതി. അപ്പോൾ R2 ചേഞ്ചസ് ടു, ഇതിനെ 0 ആക്കാൻ എന്ത് ചെയ്താൽ മതി? R2 മൈനസ് 5 ഇൻറ്റു R1. ഓക്കെ, നമുക്ക് ഇതിനെ 0 ആക്കണമെങ്കിൽ ഈ റോ മൊത്തത്തിലെടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് R2 മൈനസ് 5 R1 എന്ന് ചെയ്യുന്നത് മക്കളെ. അതുപോലെ തന്നെ R3യുടെ കേസും ഇതിനെ 0 ആക്കണം. എന്ത് ചെയ്താൽ മതി? 7 മൈനസ് 7 ചെയ്താൽ പോലെ 7 മൈനസ് 7 ചുമ്മാ ചെയ്യാൻ പറ്റില്ല, റോകളെ തമ്മിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം R3 മൈനസ് 7 R1. അപ്പോൾ ഇത് ഈക്വലൻ്റ് ടു എങ്ങനെയായിട്ട് മാറും? നമ്മൾ ഫസ്റ്റ് റോയ്ക്ക് ഒരു മാറ്റം ഇല്ല, 1 0 4 തന്നെ. 5 മൈനസ് 5, ഇത് രണ്ടും 0 എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാതെ 0 എന്ന് ഇട്ട് വെച്ചാൽ മതി. ഇനി ഇവിടെ എന്ത് വരും എന്നുള്ളതാണ് അടുത്തത് നോക്കേണ്ടത്. 5 മൈനസ് 0 5 തന്നെ വരും. 7 മൈനസ് 4 × 5 20 എന്നുള്ളത് മൈനസ് 13 വരും. ഇനി 6 മൈനസ് 0 എന്നുള്ളത് 6 തന്നെ വരും. ഇനി 12 മൈനസ് 28 അല്ലേ, 4 ടൈംസ് 7 നമ്മൾ 20. 12 മൈനസ് 28 എന്ന് പറയുമ്പോൾ മൈനസ് 16 ആണ് വരിക. ഓക്കെ ആണല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? സെക്കൻഡ് റോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ജോലി കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് അടുത്ത റോ എടുക്കുക. അതായത് അപ്പോൾ നോൺ സീറോ ആക്കുക. ഇവിടെ എഴുതാൻ മറന്നുപോയി. മേക്ക് സീറോ. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് സെക്കൻഡ് റോ എടുക്കുക ആൻഡ് റിപ്പീറ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ മേൽ പറഞ്ഞ പോലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ താഴെയുള്ളത് 0 ആക്കണം. അപ്പോൾ ഇവിടെ എന്താ? ഫസ്റ്റ് നോൺ സീറോ എൻട്രി എന്നുമ്പോൾ ഇത് 0 ആണ്, ഇതല്ല. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇവിടെ വരുന്നത് 5ലാണ് വരുന്നത്. അപ്പോൾ 5നെ 1 ആക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? R2 ചേഞ്ചസ് ടു R2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക. ഓക്കെ ആണോ? R2 ഡിവൈഡഡ് ബൈ 5 ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു ഇതെന്തായിട്ട് ഒരു 1 0 4. പിന്നെ ഇവിടെ 0, ഇവിടെ 1 വരും, മൈനസ് 13/5 എന്ന് വരും. ഓക്കെ, ഇനി 0 6 മൈനസ് 16 എന്ന് വരും. ഇനി എന്താ ചെയ്യേണ്ടത്? 1ന് താഴെയുള്ളത് 0 ആക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്താൽ മതി? R3 ചേഞ്ചസ് ടു R3 മൈനസ് 6 R2 എന്ന് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുന്നത്? അതാ നോക്കുക മക്കളെ. ഇൻ്റഗ്രൽ മറ്റേ ഇക്വലൻ്റ് ടു 1 0 4 0 1 മൈനസ് 13/5. ഇവിടെ എന്ത് വരും? 0. ഇവിടെ 0 ആയി പോവും. എന്നിട്ട് സംശയം ഉണ്ടെങ്കിൽ സൈഡിലേക്ക് എഴുതി കൂട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല. മൈനസ് 13/5 മൈനസ് 16 ഇൻറ്റു R3 മൈനസ് എന്നല്ലേ? R3 മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? മൈനസ് 16 മൈനസ് R3 മൈനസ് 6 ടൈംസ് R2 എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു മൈനസ് 13/5. കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഫ്രാക്ഷൻ തന്നെ കിട്ടിക്കണം. മൈനസ് 2/5 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യണം? ഈ തേർഡ് റോ എടുക്കണം, എന്നിട്ട് പ്രോസസ് റിപ്പീറ്റ്. തേർഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇവിടെയാണ്. അപ്പോൾ R3 ചേഞ്ചസ് ടു ഇതിന് 1 ആക്കാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നെഗറ്റീവും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അതായത് മൈനസ് 5/2 ഇൻറ്റു R3 ചെയ്യുക. ദാറ്റ് ഈസ് ഇക്വലൻ്റ് ടു 1 0 4
0 1 മൈനസ് 13/5 0 0 1 എന്നാവും. അപ്പോൾ ഇങ്ങനെയാണ് എന്തെന്ന് പറയുക, ഇതിനെ റോ എക്ലോൺ, ഈ ഒരു മെട്രിക്സ് എന്ന റോ എക്ലോൺ ഫോമിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ ഇതുപോലെ തന്നെ എഴുതി ചെയ്യാൻ വേണ്ടിയിട്ട്, തരുന്ന ക്വസ്റ്റ്യൻസിൽ ചെയ്യാൻ വേണ്ടി നോക്കുക, ഫുള്ള് മാർക്ക് കിട്ടിക്കോളും, ഒരു പേടിയും വേണ്ട. ഇനി രണ്ടാമത് നമ്മൾ ഇതിൽ പഠിച്ച കോൺസെപ്റ്റ്, സെക്കൻഡായിട്ട് നമ്മൾ ഇതിൽ പഠിച്ച കോൺസെപ്റ്റ് എന്താ നമുക്ക് നോക്കാം. അതിനുശേഷം നമ്മൾ കണ്ടത് സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് മക്കളെ, അല്ലേ? നോക്കൂ, ഒരു എക്സാമ്പിൾ വന്നാൽ ഇപ്പം a1x + b1y = c1, a2x + b2y = c2 എന്നൊരു മെട്രിക്സ് വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? മെട്രിക്സ് ഫോമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പഠിച്ചത്, അല്ലേ? മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെ വരും? a1 b1 a2 c2 ഇൻറ്റു x y is equal to c1 c2. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ അകത്തുനിന്ന് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതണം. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്തായിരിക്കും? ഇതാ നോക്കൂ, a1 b1 c1 a2 b2 c2 ഇതായിരിക്കും ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സിൽ നമ്മൾ എന്ത് ചെയ്യും? എന്നിട്ട് റോ റെഡ്യൂസ് ചെയ്യും. റോ റെഡ്യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആൻസർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറ്റി ആണ് നമ്മൾ മെട്രിക്സ് ഫോമിൽ കാണുന്നത്. ഇനി സോൾവ് ചെയ്യുന്നതിനെ പറ്റിയുള്ള മെത്തേഡെ പറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പോകും. സൊല്യൂഷൻ എടുക്കാനുള്ള മെത്തേഡ്, ഗോസ് എലിമിനേഷൻ മെത്തേഡ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അതിനു മുമ്പ് സൊല്യൂഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. സൊല്യൂഷൻ, അപ്പോൾ സൊല്യൂഷൻ പറ്റി ആദ്യം നമ്മൾ കാണുന്നത് കൺസിസ്റ്റൻ്റ് എന്നാണ്. ഇഫ് എ സിസ്റ്റം ഹാസ് സൊല്യൂഷൻ, ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ, ഹാസ് സൊല്യൂഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക മക്കളെ? കൺസിസ്റ്റൻ്റ്. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആണോ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ ചെക്ക് ചെയ്താൽ മതി. ഇനി ഇഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഹാസ് നോ സൊല്യൂഷൻ ഇല്ല എങ്കിൽ അതെന്തായിരിക്കും? ഇൻകൺസിസ്റ്റൻ്റ് എന്നാണ് പറയുക. സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻ്റ്, ഇല്ല എങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ്. ഇനി നമ്മുടെ മെട്രിക്സ്, നമ്മുടെ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ രണ്ട് തരത്തിൽ വരാം. സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് രണ്ട് തരം ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നുമില്ല. അതാ അപ്പോൾ നമ്മൾ മെട്രിക്സ് ഫോം എഴുതുമ്പോൾ ax = b, വേർ b ≠ 0 ആണെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നോൺ ഹോമോജീനിയസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ 2x + 3 = 5, 3x + 3y = 5, 3x + y = 6 എന്നാണ്. ഇത് നമ്മൾ മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? 2 3 3 1 ഇൻറ്റു xy = 5 6. നിങ്ങൾ നോക്കിക്കേ, ഇതാണ് a, ഇതാണ് ക്യാപിറ്റൽ X, ഇതാണ് b, അല്ലേ? ഇത് b ≠ 0 അല്ലേ? അപ്പോൾ ഇതിനെയാണ് നോൺ ഹോമോജീനിയസ് സിസ്റ്റം എന്ന് പറയാം. ഇനി ഇതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ax = 0 ആണെങ്കിൽ, നമ്മൾ അവനെ വിളിക്കും ഹോമോജീനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്ന്. ഹോമോജീനസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ. അതിൻ്റെ ഫോം നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 2x + y = 0, x + y = 0. ഇതിൻ്റെ മെട്രിക്സ് ഫോം എഴുതുമ്പോൾ എങ്ങനെ വരും മക്കളെ? ഇതാ നോക്കൂ, 2 1 1 1 ഇൻറ്റു x y = 0 0 എന്നല്ലേ വരുന്നത്. ഇതാ നോക്കൂ, ax = b. ഇവിടെ നോക്കിക്കേ, b എന്ന് പറയുന്നത് എന്താണ്? b എന്ന് പറഞ്ഞാൽ 0 0 ആണ്. അതിനാണ് നമ്മൾ 0 വാല്യൂ 0 കൊണ്ട് എഴുതിയത്. ഓക്കെ, അതാണ് ആ ഫോം വരുന്നത്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ രണ്ട് തരമുണ്ട്, ഹോമോജീനിയസ്, നോൺ ഹോമോജീനിയസ്. ഇനി ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടെങ്കിൽ കൺസിസ്റ്റന്റ്, ഇല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി ഒരു കാര്യം കൂടെ ഇതിൻ്റെ ഒപ്പം പറഞ്ഞോട്ടെ, ഞാൻ പറയട്ടെ മക്കളെ. ഈ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ x = 0 y = 0 എടുത്താൽ എപ്പോഴും ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, അല്ലേ? x = 0 y = 0 എന്നുള്ളത് നമ്മളാണ് ഓൾവേസ് ഏത് ഈ പറഞ്ഞൊരു ഇതിൻ്റെ സൊല്യൂഷൻ, ഓൾവേസ് എ സൊല്യൂഷൻ, അല്ലേ? ഈ മേൽ പറഞ്ഞ ഹോമോജീനിയസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ അല്ലേ? ദെയർഫോർ നമുക്കൊരു കാര്യം പറയാൻ പറ്റും, ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ഈസ് ഓൾവേസ് കൺസിസ്റ്റന്റ്. അപ്പോൾ അതാണ് നിങ്ങൾ അറിയേണ്ടത്. ഒരു ഹോമോജീനിയസ് സിസ്റ്റം of linear equation always consistent ആണ്. ഇനി ഈ സൊല്യൂഷനെ വിളിക്കുന്ന ഒരു പേരാണ്, ദിസ് സൊല്യൂഷൻ ഈസ് കോൾഡ് ട്രിവിയൽ സൊല്യൂഷൻ. അപ്പോൾ ഒരു ഹോമോജീനിയസ് സിസ്റ്റം, ഏതൊരു ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ വന്നാലും അതിനെപ്പോഴും എന്തുണ്ട്? ഒരു ട്രിവിയൽ സൊല്യൂഷൻ ഉണ്ടാവും. ട്രിവിയൽ സൊല്യൂഷൻ ആ വേരിയബിൾസിനെല്ലാം 0 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എപ്പോഴും എന്താണ്? കൺസിസ്റ്റന്റ് ആയിരിക്കും. ഇനി നമ്മൾ മെത്തേഡ് ഓഫ് സൊല്യൂഷൻ, മെത്തേഡ്സ് ഫോർ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷനെ കണ്ടൊരു മെത്തേഡാണ് എന്തെന്ന് പറയുന്നത്? ഗോസ് എലിമിനേഷൻ
മെത്തേഡ്. അപ്പോൾ എക്സാമിന് ഇതായിരിക്കും ബേസിക് ആയിട്ടും ചോദിക്കുക, എക്സേ ഒക്കെ ആണെങ്കിൽ ഗോസ് എലിമിനേഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു സിസ്റ്റം ഓഫ് ലിനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ചുമ്മാ ഒന്ന് മെത്തേഡ് ഒന്ന് പറയാം. സപ്പോസ് 2x + 3y = 5, 6x + 4y = 2 എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളത്. മെട്രിക്സ് ഫോമിലേക്ക് എഴുതുമ്പോൾ എങ്ങനെ വരും? 2 3 6 4 ഇൻറ്റു x y = 5 2 അല്ലേ, വേർ ദിസ് ഈസ് എ, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ബി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിനുശേഷമുള്ള സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതുക എന്നുള്ളതാണ്. ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഇതിനൊരു മാർക്ക് ഉണ്ടേ മക്കളെ, ഇതുവരെ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റും, വിട്ട് കളയരുത്. ഓക്കെ, എ പാർട്ടിലൊക്കെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണ്ടേ, അപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. ഓഗ്മെൻറ്റഡ് മെട്രിക്സിലേക്ക് എഴുതുക, അതിനുശേഷം ഇതിനെ റോ റെഡ്യൂസ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ചെയ്യേണ്ടതാണ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത് റോ റെഡ്യൂസ് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ്, അല്ലെങ്കിൽ ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ എക്ലോൺ ഫോം എഴുതുക, എക്ലോൺ ഫോം. അതിനുശേഷമുള്ള നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് in matrix form. അതിനുശേഷം അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺവേർട്ട് ഇൻറ്റു ഇക്വേഷൻ ഫോം ആൻഡ് സോൾവ് ഈസിലി. അതായത് നമുക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ മെട്രിക്സ് ഫോമിൽ എഴുതി, പിന്നെ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി, ഓഗ്മെൻറ്റഡ് മെട്രിക്സ് റോ റെഡ്യൂസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? തിരിച്ച്. അപ്പോൾ മക്കളെ ഓർക്കണം, ഈ പാർട്ട് എന്ന് പറയുന്നത് എ ആണ്, ഈ പാർട്ട് എന്ന് പറയുന്നത് ബി ആണ്. അപ്പോൾ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ റെഡ്യൂസ് ചെയ്യുമ്പോൾ എന്താ, നമുക്ക് ഓട്ടോമാറ്റിക്കലി അത് തന്നെയാണ് നടക്കുന്നത്. അതായത് ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ റോ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ എയും ഈ ബിയും റെഡ്യൂസ് ആവും, അതായത് ചെറിയ നമ്പറുകളായി മാറും. അപ്പോൾ അതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് ആ ഇക്വേഷനിലേക്ക് തിരിച്ചു കൊടുക്കുക, പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഇനി ഇവിടെയുള്ള ഒരു കാര്യം, നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ലിനിയർ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കുന്നതല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൊഡ്യൂളിൽ കണ്ടതാണ് റാങ്ക് ഓഫ് എ മെട്രിക്സിനെ പറ്റി സംസാരിക്കുന്ന പോർഷൻ. റാങ്ക് ഓഫ് എ മെട്രിക്സ്. എന്തിനാണ് റാങ്ക് ഓഫ് എ മെട്രിക്സ് പഠിക്കുന്നതെന്ന് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു തന്നിരിക്കുന്ന സിസ്റ്റം ഓഫ് ലിനിയർ ഇക്വേഷൻ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം തീരുമാനിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് ആര്? റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാം. റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയാൻ ദ നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം ഓഫ് എ മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സിനെ നിങ്ങൾ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അതിൽ എത്ര നോൺ സീറോ റോസ് ഉണ്ട്? ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തൊരു പ്രോബ്ലം എന്തായിരുന്നു? 2 0 8 5 5 7 പിന്നെ 7 6 12 എന്ന മെട്രിക്സിൻ്റെ റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം നമുക്ക് എന്താ കിട്ടിയത്? 1 0 4 0 1 3 -3/5 പിന്നെ 0 0 1 എന്ന് കിട്ടിയില്ലേ? നിങ്ങൾ നോക്കിക്കേ, ഇതിനകത്ത് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പം ഇതാണ് മെട്രിക്സ്. റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഓക്കെ, സിമ്പിളാണ്. നമ്പർ ഓഫ് നോൺ സീറോ റോസിന് റോ റെഡ്യൂസ്ഡ് എക്ലോൺ ഫോം എന്നുള്ള കാര്യം മാത്രം നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് അറിയേണ്ടത് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാങ്കിൻ്റെ ഐഡിയ വെച്ചിട്ട് എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് എത്ര സൊല്യൂഷൻ ഉണ്ട്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ആ ഒരു കാര്യങ്ങളും കൂടെയാണ് അറിയേണ്ടത്. അപ്പോൾ ക്വസ്റ്റ്യനിങ് ചിലപ്പോൾ ഇങ്ങനെ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെയിൻ ഒരു ഐഡിയ ആണ് ഇത്. അതായത് റാങ്ക് വെച്ചിട്ട് നമ്പർ ഓഫ് സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. അതായത് ഇതാ നോക്കൂ മക്കളെ, അതായത് നമുക്ക് ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷനെ ബന്ധപ്പെടുത്തി 3 സാഹചര്യങ്ങൾ വരാം അല്ലേ? അതിന് നോ സൊല്യൂഷൻ, പിന്നെ യുണീക്ക് സൊല്യൂഷൻ, പിന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ അല്ലേ?
ഒന്നാമത്തെ കേസ് നോ സൊല്യൂഷൻ, രണ്ടാമത്തെ കേസ് യുണീക് സൊല്യൂഷൻ, മൂന്നാമത്തെ കേസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ നിങ്ങൾ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിന് 3 സാഹചര്യങ്ങൾ വരാം. ഒന്നെങ്കിൽ നോ സൊല്യൂഷൻ ഇല്ലാതിരിക്കാം, അല്ലെങ്കിൽ യുണീക് സൊല്യൂഷൻ വരാം, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ വരാം. ഓക്കെ, ഇതാ നോക്കൂ മക്കളെ. അപ്പം നമ്മൾ ഒന്നാമത്തെ കേസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കേസ് നിങ്ങൾ നോക്കാം. ഫസ്റ്റ് കേസ് നോ സൊല്യൂഷൻ. സൊല്യൂഷൻ ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥ എപ്പോഴാണ് എന്ന് നോക്കാം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് സൊല്യൂഷൻ ഉണ്ടാവില്ല, എപ്പോഴാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, സൊല്യൂഷൻ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥ. ഓക്കെ, ക്ലിയർ ആണല്ലോ? നമ്മൾ എന്താണ് ഇഫ് നമുക്ക് ഓഗ്മെന്റഡ്, നമ്മൾ എന്ത് കണ്ടുപിടിക്കും? റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി അല്ലെ, അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഇപ്പം ഞാൻ പറയട്ടെ, എൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്പോസ് 1 0 2 0 1 3 പിന്നെ 0 1 1 0 1 4 ആണെന്ന് വിചാരിച്ചു. അതാ നോക്കും മക്കളെ, ഇത്രയും ഭാഗം എന്താ എ മെട്രിക്സ് അല്ലേ? ഇത്രയും ഭാഗം കൂടെ ചേരുമ്പോഴാണ് ഓഗ്മെന്റഡ് മെട്രിക്സ്. അപ്പോൾ റാങ്ക് ഓഫ് എ ബി, റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് നോൺ സീറോ. ഇത് എക്ലോൺ ഫോമിലാണ്. ഇതിപ്പം 0. ഓക്കെ, 0 ആണെന്ന് വിചാരിക്കുക, ഇത് 1 ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, ഇപ്പോൾ നോക്കിയാൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ 3 ആണ് അല്ലേ? നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഇൻ എ ബി എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? 3 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, റാങ്ക് ഓഫ് എയും ഇതിൻ്റെ അകത്ത് തന്നെ കിടപ്പുണ്ട് ഓട്ടോമാറ്റിക്കലി. ഇത്രയും ഭാഗം ഒരു മെട്രിക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് എത്ര നമ്പർ ഓഫ് നോൺ സീറോ റോസ് ഉണ്ട്? ഇത് നോൺ സീറോ റോ ആണ്, ഇത് നോൺ സീറോ റോ ആണ്. മൂന്നാമത്തെ റോ എന്താ? 0 അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 ആയിരിക്കും. അപ്പോൾ എ ബി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ എ ബിയുടെ എക്ലോൺ ഫോമിൻ്റെ അകത്ത് നിന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം, എ ബി എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ റാങ്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, നോ സൊല്യൂഷൻ എപ്പോഴാണ്? റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഈസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ് എങ്കിൽ നമുക്ക് പറയാം സിസ്റ്റം ഹാസ് നോ സൊല്യൂഷൻ. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ എക്സാമ്പിളിൽ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എന്താണ്? 3 ആണ് അല്ലേ? ഈക്വൽ ടു 3 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ അല്ലേ? റാങ്ക് ഓഫ് എ എന്താണ്? 2 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇതിന് ഈ ഓഗ്മെന്റഡ് മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ എന്തില്ല? സൊല്യൂഷൻ ഇല്ല എന്ന് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം നോക്കൂ മക്കളെ. ദാ സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യുണീക്ക് സൊല്യൂഷൻ. യുണീക്ക് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം. ഇവിടെ ഒന്നാമത്തെ കാര്യം യുണീക്ക് സൊല്യൂഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യുണീക്ക് സൊല്യൂഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഫസ്റ്റ് കേസ് നമ്മുടെ മൈൻഡിലേക്ക് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ എന്താവുള്ളൂ? ഇത് കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എപ്പോഴും നിങ്ങളൊരു കാര്യം ആലോചിക്കണേ, ഓഗ്മെന്റഡ് മെട്രിക്സിന്റെ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? കൺസിസ്റ്റന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ മക്കളെ, സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അല്ലേ കൺസിസ്റ്റന്റ്. സൊല്യൂഷൻ ഉണ്ടാവണമെങ്കിൽ എപ്പോഴും എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൺസിസ്റ്റന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെന്ന് ഉള്ള കാര്യം വ്യക്തമായി ചെക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ പറയട്ടെ, ഒരു മെട്രിക്സ് എന്താ എ ബി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതാ നോക്കൂ, 1 0 0 പിന്നെ 0 1 0 0 0 1 2 4 6 ഇങ്ങനെയാണ് എൻ്റെ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് എന്ന് വിചാരിച്ചു. ഓക്കെ, അതായത് ഇതിനകത്ത് എത്ര വേരിയബിൾ ഉള്ളതാണ്? 3 വേരിയബിൾ അല്ലേ? ഈ പാർട്ട് എന്ന് പറയുമ്പോൾ ഇതാണ് എ പാർട്ട്. അപ്പോൾ 3 വേരിയബിൾസ് ഉള്ള എൻ്റെ ഒരു മെട്രിക്സ്, എൻ്റെ ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്നത് വിചാരിക്കുക. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 2 3 ആണ്. ഇനി റാങ്ക് ഓഫ് എ എന്താണെന്ന് നോക്കിയാൽ മക്കളെ, ഇതാ 1, ഇത്രയും ഭാഗത്തിൻ്റെ റാങ്ക് അല്ലേ? അവിടെ എത്രയുണ്ട്? നമ്പർ ഓഫ് നോൺ സീറോ റോസ് 1 2 3, അവിടെയും 3 തന്നെ. അപ്പോൾ റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണ്. ഇനി അത് ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് കൂടെ ആവുകയാണെങ്കിൽ, അതായത് ഈ എക്സ് വൈ ഇസഡ് എന്നൊക്കെ പറയില്ലേ, അത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. അതും ഈക്വൽ ആണെങ്കിൽ, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു നമ്പർ ഓഫ് വേരിയബിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വ്യക്തമായിട്ട് അതിന് യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ, അതെന്താണ്? 3 അല്ലേ? നോക്കിക്കേ, ഇവിടെ ഈ വേരിയബിൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിന് എക്സ് വൈ ഇസഡ് അല്ലേ? 3 വേരിയബിൾ മാത്രം, എക്സ് വൈ ഇസഡ് 3 വേരിയബിൾ മാത്രമുള്ള ഇക്വേഷൻ്റെ ഒരു ഓഗ്മെന്റഡ് മെട്രിക്സ് ആണ് ഇത്. അപ്പോൾ നമുക്ക് എന്താ പറ്റും? യുണീക്ക് സൊല്യൂഷൻ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് ഇതാ നോക്കൂ.
ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. അത് നോക്കിയാൽ മക്കളെ, അവിടെയും എന്താണ് സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. കൺസിസ്റ്റന്റ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഉറപ്പായിട്ടും റാങ്ക് ഓഫ് ഓഗ്മെന്റഡ് മെട്രിക്സ് എ ബി മസ്റ്റ് ബി ഈക്വൽ ടു റാങ്ക് ഓഫ് ദ മെട്രിക്സ് എ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. അതാ നോക്കൂ, എൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ഇതാ ഇപ്പോൾ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലം പറഞ്ഞ് സമയം കളയേണ്ട ആവശ്യമില്ല, ഓൾറെഡി അറിയാവുന്നതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിൾസ് എടുക്കുന്നുള്ളൂ. 1 0 0 0 1 0 0 0 0 2 1 2 -1 1 ഇങ്ങനെയാണെന്ന് വിചാരിച്ചു. ഞാൻ നോക്കിയാൽ മക്കളെ, റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ 1 2 3. നമ്പർ ഓഫ് നോൺ സീറോ റോസ് എത്രയാണ്? 3 എണ്ണം ഉണ്ട്. പക്ഷേ റാങ്ക് ഓഫ് എ നോക്കിക്കേ നിങ്ങൾ, ഇതല്ലേ എ പാർട്ട് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇതിനകത്ത് എത്ര നോൺ സീറോ റോസ് ഉണ്ട്? 1 2. മൂന്നാമത്തെ എന്താണ്? ഫുള്ള് സീറോ അല്ലേ? അപ്പോൾ എന്താണ്? ഇത് 2 വരും. ക്ലിയർ ആണോ? ഓക്കെ, ഒരു മിനിറ്റ്, ഇവിടെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇവിടെ 1 അല്ല കേട്ടോ, സോറി, ഇവിടെ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കുക, റാങ്ക് ഓഫ് എ എന്ന് മറ്റേ പാട് ഇപ്പോൾ ഞാൻ തൊട്ട് മുമ്പ് എഴുതിയ പോലെ വന്നു കഴിഞ്ഞാൽ നോ സൊല്യൂഷൻ എന്നുള്ള സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ റാങ്ക് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 3 അല്ല. നോൺ സീറോ റോസിൻ്റെ എണ്ണം എന്താണ്? 1 2. 2 നോൺ സീറോ റോസ് അല്ലേ ഉള്ളൂ. അപ്പോൾ എന്താണ്? 2 ആണ്. ഇനി റാങ്ക് ഓഫ് എയിലേക്ക് വരുമ്പോൾ നോക്കിക്കുക, എയുടെ റാങ്ക് എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. അപ്പോൾ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആയി. ഇനി നിങ്ങൾ നോക്കിക്കുക, ഇവിടെ എത്ര വേരിയബിൾസ് ഉണ്ടായിരിക്കും? ഈ ഓഗ്മെന്റഡ് മെട്രിക്സ് ഉറപ്പായിട്ട് എന്താണ്? ഒരു 3 വേരിയബിൾ ഉള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ്റെ ഓഗ്മെന്റഡ് മെട്രിക്സ് ആയിരിക്കും. എക്സ് വൈ ഇസഡ്. നമ്പർ ഓഫ് വേരിയബിൾസ് എത്രയാണ് ഇവിടെ മക്കളെ? 3. റാങ്ക് എത്രയാണ് കിട്ടിയത്? 2. അതായത് റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ലെസ് ദാൻ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കും. എങ്കിൽ മാത്രമേ എന്താ പറയാൻ പറ്റുള്ളൂ? കൺസിസ്റ്റന്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അതെന്ന് പറയുന്നത് ലെസ് ദാൻ നമ്പർ ഓഫ് വേരിയബിൾസ് ഇൻ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ് എങ്കിൽ നമുക്ക് പറയാം ഇൻഫിനിറ്റ് സൊല്യൂഷൻ. ഇവിടെ നോക്കിക്കുക, റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ ടു 2 ആണ്, വിച്ച് ഈസ് ലെസ് ദാൻ 3 അല്ലേ? അതായത് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വേരിയബിൾസ്. ഈ കേസിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇതിന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്താണ്? നിങ്ങൾ അത്രയും കാര്യം ഓർത്താൽ മതി. റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു. അപ്പോൾ ഈ രണ്ട് കേസിലും എപ്പോഴും എന്തായിരിക്കണം? റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിന് പറയുന്ന മറ്റൊരു പേരാണ് സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ് എന്ന്. അപ്പോൾ കൺസിസ്റ്റന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറയാം. നിങ്ങൾ എന്ത് മാത്രം ചെക്ക് ചെയ്താൽ മതി? റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെന്ന് മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇനി അതിൻ്റെ ഒപ്പം തന്നെ അതോട് ചേർത്ത് തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താണ്? ആ റാങ്ക് ഓഫ് എ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ഈക്വൽ നമ്പർ ഓഫ് വേരിയബിൾ ആണെങ്കിൽ യുണീക് സൊല്യൂഷൻ, അല്ല എങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇനി ഇതിൻ്റെ ഒന്നും അല്ലാത്ത റാങ്ക് ഓഫ് എ ബി നോട്ട് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ കൺസിസ്റ്റന്റ് അല്ല. ഓക്കെ ആണല്ലോ? അപ്പം ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കോൺസെപ്റ്റ്. ഓക്കെ, ഇനി ഇതിനകത്ത് ആൽഫയും ലാംഡ ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഉണ്ട് ആൽഫ മ്യൂ ലാംഡ ഒക്കെ അല്ലേ കണ്ടുപിടിക്കുന്ന ഒരു ഇത് അല്ലേ, ആ ചോദ്യങ്ങളിൽ ഈ ഐഡിയാസ് ആണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തതാണ് എന്ന് എടുത്ത് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.